إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അന്നൂർ 33-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ചരിത്രം സംരക്ഷിച്ചു കൊള്ളട്ടെ. അല്ലദീന യാതൊരു കൂട്ടർ ലാ യജിദൂന നികാഹൻ, അവർക്ക് വിവാഹം ലഭിക്കാത്തവർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ സൗകര്യം ലഭിക്കാത്തവർ അവിടെ ചരിത്രം സംരക്ഷിച്ചു കൊള്ളട്ടെ. ഹത്താ ഏതുവരെ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്നും അല്ലാഹു അവനെ ധന്യമാക്കുന്നത് വരെ അവർ ചരിത്രം സംരക്ഷിച്ചു കൊള്ളട്ടെ. വിവാഹം കഴിക്കാൻ ഒരു ഗതിയുമില്ലാത്ത അങ്ങേയറ്റത്തെ ഫക്കീറായ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു ഈ പറയുന്നത്. വല്ലദീന യാതൊരു കൂട്ടരും യബ്തഗൂനൽ കിതാബ, വല്ലദീന ഒരു കൂട്ടർ യബ്തഗൂന അവർ ആഗ്രഹിക്കുന്നു അൽ കിതാബ എഴുത്താഗ്രഹിക്കുന്നു, മിമ്മാ മലക്കത്ത് ഐമാനുക്കും നിങ്ങളിൽ നിന്നും വലങ്കൈ ഉടമപ്പെടുത്തിയ ആ അടിമ എഴുത്താഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മോചനദ്രവ്യം നൽകാൻ ആവശ്യമായ ഉടമ്പടി കരാറിന്റെ എഴുതി കിട്ടാൻ അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫക്കാത്തിബൂഹും, അപ്പോൾ അവർക്ക് നിങ്ങൾ എഴുതി കൊടുക്കണം. ഇൻ അലിംതും ഫീഹിം ഖൈറ, നിങ്ങൾ അവരിൽ ഖൈറുണ്ടെന്നറിയുകയാണെങ്കിൽ, അവന്റെ ആ അടിമ മോചനമാണ് അവന് ഖൈറുണ്ടെന്നറിയുകയാണെങ്കിൽ അവന് കൃത്യമായി അവന്റെ അടിമമോചന പത്രം നിങ്ങൾ എഴുതി കൊടുക്കണം എന്നുള്ളത് നല്ലൊരു നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്നത്. വആതൂഹും, നിങ്ങൾ അവർക്ക് നൽകണം. ആ അടിമമോചനത്തിന് സഹായകരമായ രൂപത്തിൽ നിങ്ങൾ നൽകുകയും വേണം. മിമ്മാനില്ലാഹ്, അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്നും നിങ്ങൾ നൽകണം. അല്ലദീ ആതാക്കും, അല്ലദീ എങ്ങനെയുള്ള സമ്പത്താണ് ആതാക്കും അവൻ നിങ്ങൾക്ക് നൽകിയത്. അല്ലാഹുവാണ് എല്ലാ സമ്പത്തിന്റെയും മിൽക്ക് അധികാരം അല്ലാഹുവിലാണ്. അത് ഒരു താൽക്കാലികമായ ഒരു അമാനത്തായി നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണെന്ന് പറയുന്നത്. ആ അമാനത്തിൽ നിന്നും നിങ്ങൾ ആ അടിമമോചനത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യണം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.